ഇനി വി ഡി സതീശന്റെ മംഗലാപുരം യാത്രയിൽ രൂക്ഷ വിമർശനം നടത്തിക്കൊണ്ട് കോഴിക്കോട് ഫ്ലെക്സ് ബോർഡ് വന്നിട്ടുണ്ട്. സതീശന് അദാനി ഗ്രൂപ്പുമായി രഹസ്യ ബന്ധമോ എന്നാണ് കോഴിക്കോട് DCC ഓഫീസിനെ സമീപിച്ച് സ്ഥാപിച്ച ഫ്ലെക്സിലെ വാചകം. കോഴിക്കോട്ടെ കോൺഗ്രസുകാർ എന്ന പേരിലാണ് ഫ്ലെക്സ്. ചർച്ചയായതിന് പിന്നാലെ ഫ്ലെക്സ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ബെൻസൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബെൻസൺ, സർവത്ര ഫ്ലെക്സ് യുദ്ധമാണ്. അതെ സേതുലക്ഷ്മി, നമുക്കറിയാം മുഖ്യമന്ത്രി ആരാകണം എന്നത് സംബന്ധിച്ചാണ് ഫ്ലക്സ് യുദ്ധം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇപ്പോഴും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോടിന്റെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും സമാന രീതിയിൽ തന്നെ ആരാകണം മുഖ്യമന്ത്രി എന്ന തരത്തിലുള്ള ഫ്ലക്സ് ബോർഡുകൾ ഉയരുന്നതിനിടയിലാണ് ഇന്നിപ്പോൾ രാവിലെ കോഴിക്കോട് DCC ഓഫീസിന് മുൻവശത്തായി 2 ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അത് VD സതീശന്റെ മംഗലാപുരം യാത്രയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ആ 2 ഫ്ലക്സ് ബോർഡുകളും ഉണ്ടായിരുന്നത്. അതിലെ വാക്കുകൾ ഇത്തരത്തിലാണ്: സതീശന് അദാനി ഗ്രൂപ്പുമായി രഹസ്യബന്ധമോ എന്നതാണ് ആദ്യ വാചകം. പിന്നീടുള്ളത്: അദാനി ഗ്രൂപ്പ് പ്രസിഡന്റ് കിഷോർ അൽവയുമായി സതീശന്റെ രഹസ്യ കൂടിക്കാഴ്ച എന്തിന്? സതീശന്റെ PR വേലയ്ക്ക് ഫണ്ട് നൽകിയത് അദാനി ഗ്രൂപ്പോ ജമാഅത്തെ ഇസ്ലാമിയോ SDPIയോ? കോഴിക്കോട്ടെ കോൺഗ്രസുകാർ എന്ന പേരിലാണ് ഇത്തരത്തിലൊരു ഫ്ലക്സ് ഈ ഒരു DCC ഓഫീസിന് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത്. 2 ഫ്ലക്സ് ബോർഡുകൾ ഉണ്ടായിരുന്നു. രാവിലെ പ്രത്യക്ഷപ്പെട്ട ഫ്ലക്സ് ബോർഡ് അല്പസമയം മുമ്പ് പോയി നോക്കുമ്പോൾ അത് അവിടെ നിന്നും എടുത്ത് നീക്കം ചെയ്ത നിലയിലാണ് ഉള്ളത്. എന്ത് തന്നെയാണെങ്കിലും ഇത് ആരാണ്, കോഴിക്കോട്ടെ കോൺഗ്രസുകാർ എന്ന പേരിലാണ് ഫ്ലക്സ് ബോർഡ് വെച്ചിട്ടുള്ളത് എങ്കിലും ആരാണ് വെച്ചത് എന്നതിനെ പറ്റി ഒരു വ്യക്തതയില്ല. എന്തുതന്നെയാണെങ്കിലും മുഖ്യമന്ത്രി തർക്കവുമായി അല്ലെങ്കിൽ മുഖ്യമന്ത്രി കസേര തർക്കവുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കാം ഈ ഫ്ലക്സ് ബോർഡുകൾ വന്നിട്ടുണ്ടാവുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഫ്ലക്സ് യുദ്ധം കാര്യമായി തന്നെ തുടരുന്നുണ്ട്. അതുമാത്രമല്ല, VD സതീശനെ അനുകൂലിച്ചുകൊണ്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ ബാലുശ്ശേരി, പേരാമ്പ്ര, നാദാപുരം അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ പ്രകടനം ഉൾപ്പെടെ നടക്കുന്നത് നമ്മൾ കണ്ടും. ഇന്നും സമാന രീതിയിലുള്ള പ്രകടനങ്ങൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വൈകിട്ട് നടക്കും എന്നുള്ളത് കൂടിയാണ് അറിയാൻ സാധിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു മുഖ്യമന്ത്രി കസേരയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരം പ്രകടനങ്ങൾ, ഫ്ലക്സ് യുദ്ധം എല്ലാം തന്നെ മുറുകുകയാണ് സേതുലക്ഷ്മി. ഓക്കെ ബെൻസൺ, ശരി.